ഹലോ. അപ്പൊ ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഇതാ കണ്ടല്ലോ, ഒരു കാലത്തെ വീടുകളും കല്യാണ വീടുകളും മറ്റു ഓഡിറ്റോറിയങ്ങളുമെല്ലാം പാട്ടിന്റെ എന്താ പറയാ വലിയൊരു ഓളം തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നമ്മളെ പഴയ ഓഡിയോ കാസറ്റുകളുമായിട്ടാണ്. ഇതിപ്പോ എൻ്റെ വീട്ടിലെ ഒരു കാലത്ത് ഞാനും അച്ഛനും പിന്നെ മറ്റുള്ള ആളുകളെല്ലാം പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടൊക്കെ അന്ന് വാങ്ങിക്കൂട്ടിയിട്ടുള്ള കാസറ്റുകളാണ്. ഇത്രയായിരുന്നില്ല, കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഏകദേശം ഒരു 2005 വരെ ഇവൻ രാജാവായിരുന്നു. പിന്നീടാണ് ഡിസ്കുകള്, പെൻഡ്രൈവുകള്, പിന്നെ ഇന്ന് കാണുന്ന ആധുനിക ടെക്നോളജിയിലേക്കൊക്കെ വന്നിട്ടുള്ളത്. പക്ഷെ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവനെ മറക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പം ഈ കാസറ്റുകൾ ഇപ്പോഴും പല ആളുകളുടെ വീട്ടിലുണ്ടാവും, എന്നാൽ പല ആളുകളുടെ വീട്ടിലില്ല. ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓളം ഉണ്ടല്ലോ, അതൊന്നും ഇപ്പൊ ഇല്ല. കാരണം ഇത് എന്ന് പറയുന്ന ഇത് കണ്ടോ, അരയന്നങ്ങളുടെ വീട് ആണ് കാസറ്റ്. നോക്കൂ, വാസന്തി ലക്ഷ്മി, പിന്നെ ഞാനും, കല്യാണരാമൻ, അതുപോലെ തന്നെ ഒരുപാട് സിനിമകളുള്ള മേഘം, ദിവസമ മഹാശിര, സമ്രൻ ബദലെ, പഞ്ചപാണ്ഡവര്, അങ്ങനെ ഒരുപാട് സിനിമകളുടെ കാസറ്റാണ് ഇത്. പുത്തൂരം പുത്രി, ഉണ്ണിയാർച്ച, സാഫല്യം, പിന്നെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പല പല പെട്ടിക്കൂടുകൾ ഗ്ലാസിന്റെ ഉണ്ട്, ഇതുപോലുള്ളതായി കല്യാണരാമന്റെ പോലുള്ള പ്ലാസ്റ്റിക് കൂടുകൾ വരുന്നുണ്ട്, കന്മതം, കമലദളം, പിന്നെ ഫ്രണ്ട്സ് സിനിമയുടെ ഇന്നും ടി വിയിൽ വരുമ്പോൾ ആളുകളെ തിരിച്ച് കണ്ടുല്ലസിക്കുന്ന ഫ്രണ്ട്സ് സിനിമയുടെ ഓഡിയോ ആണത്. അതുപോലെ തന്നെ പിന്നെ പഴയ ശോകഗാനങ്ങൾ, അങ്ങനെ പലതരം പെട്ടിക്കൂടുകൾ കണ്ടോ. വെറൈറ്റി കാസറ്റുകളാണ്. ഇതൊക്കെ കണ്ടവർക്ക് അറിയാം, ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നാലും പുതിയ കാണാത്തവരുടെ ഇതൊരു മോഡലാണ് കണ്ടോ, ഇതൊരു മോഡലാണ്. അതേപോലെ തന്നെ ഇത് മറ്റൊരു മോഡലാണ്, അതിനെ പറ്റിയാണല്ലോ, കല്യാണരാമനാണിത്. അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടത് ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക്കിന്റെ ഇതുപോലുള്ള കാസറ്റുകളും ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് പരിചയപ്പെടുത്താനാണ്. ഇത് കണ്ടോ, തെങ്കാശി പട്ടണം രാക്കിളിപ്പാട്ട്. ഇത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് 20 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. എന്റെ വീട്ടിൽ എത്ര കാലം ഇത് ഓടിയെന്ന് അറിയാം. ഇതല്ല, തെങ്കാശി പട്ടണത്തിലെയും രാക്കിളിപ്പാട്ടിലെയും ഒക്കെ പാട്ടുകൾ അത്രയും ഹിറ്റാണ് ഇപ്പോഴും. അപ്പൊ ഇത് റെക്കോർഡ് ചെയ്തതാണ്. നമ്മള് കാസറ്റ് വീഡിയോ പോയിട്ട് അന്ന് ആ എടുക്കുന്ന സമയത്ത് വളരെ ഹിറ്റായിട്ട് നിന്നിരുന്ന മലയാളം ഗാനങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ്. അതൊക്കെ ഒന്ന് എനിക്ക് തോന്നുന്നു പൈസ കൊടുത്ത് റെക്കോർഡ് ചെയ്യുന്നതാണ്. എവിടെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക, അത് പോയി വാങ്ങുക, കേൾക്കുക. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 2 മാസത്തേക്ക് പിന്നെ ഈ കാസറ്റ് ഇട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഓളങ്ങൾ സൃഷ്ടിച്ച, എനിക്ക് മാത്രമല്ല അന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് വീടുകൾ ഓളങ്ങൾ സൃഷ്ടിച്ച സംഗീതത്തിന്റെ ഒരു വലിയൊരു സംഭവം തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കാസറ്റുകളാണ്. അപ്പൊ ഇതൊന്ന് പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അത്രമാത്രം. നന്ദി, നമസ്കാരം. ബോറായിട്ട് തോന്നിയെന്ന് അറിയില്ല എന്റെ അവതരണം. എന്തായാലും ഇതൊന്ന് ചെയ്യണമെന്ന് വിചാരിച്ചു, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നന്ദി, നമസ്കാരം.